കേരള സർവകലാശാലയിലെ സംഘർഷങ്ങൾ അതും വിസിയും ഒരു ഭാഗത്ത് വിസി നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് SFIയുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. അപ്പോൾ അക്കാദമിക് വിഷയങ്ങളെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഡിഗ്രി പേപ്പറുകളൊക്കെ ഒപ്പിടാൻ വിസിക്ക് കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്റെ പരാതികളൊക്കെ ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർക്ക് മുന്നിൽ കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹൻ കുന്നുമേൽ സംസാരിച്ചിരിക്കുകയാണ്. ഒപ്പിടേണ്ട ഫയലുകൾ ആരോ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ പറയുകയാണ്. സിൻഡിക്കേറ്റ് ഇല്ലെങ്കിൽ അവിടെ വിസി ആണ് സിൻഡിക്കേറ്റ്. സർവകലാശാലയിലെ പ്രതിസന്ധി സൃഷ്ടിച്ചത് താനല്ല എന്ന് മോഹനൻ കുന്നുമൽ പ്രതികരിച്ചു. തൃശൂരിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു വിസിയുടെ പ്രതികരണം. ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കാത്ത എന്താ? എനിക്കിപ്പോൾ അവിടെ ചെല്ലണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം. ഫയലുകൾ ഓൺലൈനായിട്ട് എനിക്ക് നോക്കാൻ പറ്റും. ഓൺലൈനായിട്ട് നോക്കുന്ന ഫയലുകൾ തടയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഫയലുകളും എനിക്ക് നോക്കാൻ പറ്റും. അത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടിരിക്കുകയാണ്. ഇതുമായി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപിക്കപ്പെടുന്നത്. എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല. ആരെങ്കിലും, ഞാനല്ല തടഞ്ഞത്. സർവകലാശാലയുടെ അധിപൻ വിസി ആണല്ലോ സ്വാഭാവികമായിട്ടും. വിസിക്ക് അക്കാര്യത്തിൽ ഒരു നിയന്ത്രണമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമല്ലേ സാർ? ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതായത് കേരള സർവകലാശാലയുടെ ഫയലുകൾ താൻ ഓൺലൈനായി നോക്കാമെന്ന് വിസി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരള ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഓൺലൈൻ ഫയലുകൾ നോക്കുന്നതിന് മുഴുവൻ ഉത്തരവാദിത്വവും നൽകുന്നതും വിസി പരിഗണിക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല. MS ലിഷോയാണ് നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. ലിഷോയ്, ചാൻസലറും വൈസ് ചാൻസലറും കൂടിക്കാഴ്ച നടത്തി. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നുള്ളത് പ്രതിഷേധം അടങ്ങുന്നതനുസരിച്ചിരിക്കും എന്നുള്ളതാണ് വിസി പറയുന്നത്. അതായത് കേരള സർവകലാശാലയിൽ തന്നെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ താൻ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് പോകില്ല. അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് താൻ അവിടെ പോയി കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. തനിക്ക് ഈ ഫയലുകൾ ഓൺലൈനായി വേണമെങ്കിൽ നോക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ താൻ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കും. പക്ഷേ അപ്പോഴും കുട്ടികളുടെ കാര്യം, അതായത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ കാര്യം, അതാണ് തനിക്ക് ആശങ്കയുള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിസി പറയുന്നത്. എന്ത് തീരുമാനം നടപ്പിലാക്കാനും ഈ യൂണിവേഴ്സിറ്റിയിൽ അധികാരമുള്ളത് വിസിക്കാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. കേരള നിയമസഭയെയാണ് അതിനൊരു ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ അധികാരം മുഴുവൻ സ്പീക്കർക്കുള്ളപ്പോൾ സ്പീക്കർ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മറ്റംഗങ്ങൾ ചേർന്ന് ആ തീരുമാനത്തിനെ മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിൽ അതിന്റെ രേഖ എവിടെയെന്നും അദ്ദേഹം ചോദിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ, അതായത് ഇതിന്റെ ഏതെങ്കിലും തരത്തിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കോടതിയിൽ പോകൂ എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ ആദ്യമായല്ല കേരളത്തിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്ന അദ്ദേഹം ഈ സസ്പെൻഷനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പരിഗണിക്കേണ്ടത് കോടതിയാണെന്നും പറയുകയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടേത് കൂടിയാണ്, യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ ആര് കടക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പ്രത്യേക സംഘം അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായൊരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിസി അവസാനിപ്പിക്കുന്നത്. അതായത് ഇവിടെ ഒരു സംഘം ആളുകൾ തന്നെ അവിടേക്ക് കടത്താൻ അനുവദിക്കുന്നില്ല, ചില ഫയലുകൾ അത് തടഞ്ഞു വെക്കുന്നു, പ്രതിസന്ധി ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. തല്ല് കിട്ടുകയാണെങ്കിൽ താൻ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ താൻ ഒരിക്കലും അവിടേക്ക് പോകില്ല. അത് ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്റെ മുൻകരുതലാണ്. രോഗം വരുന്നതിന് മുൻപേയാണ് ചികിത്സിക്കേണ്ടത്, അല്ലാതെ രോഗം വന്നതിന് ശേഷമല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിസി എല്ലാത്തിനും തന്നെ മറുപടി പറഞ്ഞത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.